ഇന്നലെയായിരുന്നു +2 റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ സന്തോഷിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് കുട്ടികൾ അതേപോലെ ദുഃഖിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം. കാരണം ഒരുപക്ഷെ യാദൃശ്ചികമായിട്ട് വന്ന നെട്ടലോട് കിട്ടിയ റിസൾട്ടുകൾ മാർക്ക് കുറഞ്ഞവരായിരിക്കാം, ചിലവർ 2 വിഷയത്തിൽ തോറ്റുപോയവരായിരിക്കാം. മക്കളെ, ഞാൻ ആദ്യം തന്നെ നിങ്ങൾ പറയുന്നത്, തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോഹ ആവുകയുണ്ടാവുള്ളൂ. അതങ്ങനെ തന്നെ ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ റെഡി ആണെങ്കിൽ, എടാ മക്കളെ, തോൽവി എന്ന് പറയുന്നത് ജസ്റ്റ് മാർക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. തോൽക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ഇത്ര ഒരു മാർക്ക് പറഞ്ഞിരുന്നു, കട്ട് ഓഫ്, അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അങ്ങനെ നമ്മൾ ഫെയിൽ എന്ന് പറയുള്ളൂ. അത് പരീക്ഷാ പേപ്പറിൽ മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ റെഡി ആയില്ലെങ്കിൽ ഏത് സമയം എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും നിങ്ങൾ ഇതേപോലെ മുട്ടുമടക്കി നിങ്ങൾ തല ഇങ്ങനെ കീഴ്പ്പെട്ടിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ പറഞ്ഞ് നടക്കാനാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കുള്ളൂ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും. മക്കളെ, നിങ്ങളുടെ എക്സാമിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജൂൺ 28 മുതൽ ജൂലൈ 3 വരെയാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. 2 കൂട്ടർക്കും ഒരേ എക്സാം ആയിരിക്കും, അതിലൊന്നും മാറ്റമില്ല. ചിലർക്ക് ആയിരിക്കാം, ചിലർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇംപ്രൂവ്മെന്റ് എഴുതുന്ന ആളുകൾക്ക് ഒരു സബ്ജക്റ്റാണ് നിലവിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എക്സാം എഴുതാൻ പറ്റും, തോറ്റവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ മാർക്കിന്റെ അപ്പുറത്തേക്ക് എത്താത്തവരാണെങ്കിൽ. ഓക്കെ ആണല്ലോ. ഇനി ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഏകദേശം മക്കളെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കേണ്ട. ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. ജൂൺ 1 വരെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. പിന്നെ ബാക്കി ഫൈനും കാര്യങ്ങളൊക്കെ കൂടിയാണ്. അത് നമുക്ക് നിൽക്കണ്ട, ജൂൺ 1 നിങ്ങൾ നിൽക്കണ്ട. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, കൃത്യമായിട്ട് നമുക്ക് 1 മാസം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ 6 വിഷയത്തിൽ എന്തായാലും ചിലപ്പോൾ തോറ്റിട്ടുണ്ടായിരിക്കില്ല. കയറിക്കഴിഞ്ഞാൽ ഒരു 3 വിഷയം, ഇപ്പം 4 വിഷയം വരെ ആവട്ടെ. എടാ, നിങ്ങളെ നമ്മൾ ജയിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം തന്നെയാണ്, നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. ചിലർക്ക് ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുക, ചിലർക്ക് എന്തായിരിക്കും, ഒറ്റ സബ്ജക്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സബ്ജക്റ്റിന് നമ്മൾ 999 രൂപയാണ് പെർ സബ്ജക്റ്റിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. 1 മാസം നമ്മൾ പറയുന്ന രൂപത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫെയിലായവരായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് നമ്മൾ എത്തിക്കാം. അതേപോലെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത്. നിങ്ങളുടെ എക്സാം വരുന്നത് ജൂൺ 28 മുതൽ ജൂലൈ 3 വരെയാണ് നിങ്ങളുടെ എക്സാം നടക്കുക. ജൂൺ 1, അതായത് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങൾ സ്കൂളിൽ പോയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത് ആ എക്സാം എഴുതിയ സ്കൂളിൽ പോയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അവിടെ പോയിട്ട് അപേക്ഷിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. അതിൻ്റെ പിന്നെ ഫീസും കാര്യങ്ങളും എനിക്കൊന്ന് ഒരു പേപ്പറിന് 150 രൂപ അങ്ങനെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അറിയില്ല. അത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് മറക്കേണ്ട. അപേക്ഷിക്കണം. ഇന്ന് തന്നെ സ്കൂളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് അപേക്ഷിക്കുക. സ്കൂളിൽ അപേക്ഷിച്ച് തന്നോളും. അപ്പോൾ മറക്കണ്ട, നന്നായിട്ട് പഠിക്കുക. നമ്മൾ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ഫോം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. നമ്മളെ കമന്റ് ബോക്സിൽ എന്തുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നല്ല, ജയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മാർക്ക് കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്